ഈ ഭേദഗതി വന്നതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ പലയിടത്തും ഈ വഖഫായി കൈകാര്യം ചെയ്തിരുന്ന ദർഗകൾ അല്ലെങ്കിൽ മദ്രസകൾ ഇതൊക്കെ കയ്യേറുകയോ അടിച്ചു തീർക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതേക്കുറിച്ചുള്ള കൺസേൺ പല ഭാഗത്തുനിന്ന് ഉയരുകയും വന്നിരുന്നു. ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ? അത്തരം കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടിരുന്നോ? തീർച്ചയായിട്ടും ഈ വിഷയങ്ങളൊക്കെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഏറ്റവും വലിയ കൺസേൺ വഖഫ് യൂസറിലാണ്. നമുക്ക് ടൈറ്റിലുള്ള ഒരു പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് നമുക്ക് കുറച്ചുകൂടി പ്രൊട്ടക്റ്റഡ് ആണ്. അതായത് വഖഫ് ഡീഡ് ഉള്ള പ്രോപ്പർട്ടീസ്. അതൊക്കെ ഈ അടുത്ത കാലത്തല്ലേ അങ്ങനെയൊക്കെ വരുന്നത്. മുൻകാലങ്ങളിൽ 500 വർഷം പഴക്കമുള്ള പള്ളിയിലൊക്കെ അത് ഉണ്ടാവില്ലല്ലോ. ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നിട്ട് പ്രോസ്പെക്റ്റീവായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള കട്ട് ഓഫ് ഡേറ്റ് എങ്ങനെയാ നിയമം കൊണ്ടുവന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു സുപ്രഭാതത്തിൽ നിയമം കൊണ്ട് അവതരിപ്പിച്ചിട്ട് കൊണ്ടുവരില്ലേ, കൊണ്ടുവന്നിട്ട് രജിസ്ട്രേഷൻ പോലും പിന്നെ ചെയ്യാൻ പറ്റുന്ന സാവകാശം പോലും കൊടുത്തില്ലല്ലോ. അത് കൊടുക്കാതെ ഇപ്പൊ തിരിച്ചു പിടിക്കൽ എന്ന് പറയുന്നത് പോലും ഒരു പൊളിറ്റിക്കൽ ടൂളാണ്. അതൊക്കെ പിന്നെ കോടതിയുടെ മുമ്പിൽ എല്ലാ വിഷയങ്ങളും റേസ് ചെയ്തു. കോടതി ഇപ്പോ പ്രിമാ ഫേസി ഒരു ഇതായിട്ട് ഫൈൻഡിങ് ആയിട്ട് കണ്ടെത്തി ഇങ്ങനൊരു ഓർഡർ പറഞ്ഞു. എന്നാൽ ഇതിനകത്ത് ഞങ്ങൾക്ക് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ ഡിസാറ്റിസ്ഫൈഡ് ആയ കാര്യങ്ങൾ കോടതിയിൽ ഇനിയും ടേക്കപ്പ് ചെയ്യും. ഫൈൻഡിങ്സിൽ ചില കാര്യങ്ങൾ പറഞ്ഞതിനുള്ള ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്നത്.